അസ്സാം വലൈക്കും. ഒരുപാട് ദിവസമായിരുന്നു വ്ളോഗ്സൊക്കെ എടുത്തിട്ട്. നോമ്പിന് ക്ഷീണത്തിൻ്റെ കൂടെ തുടങ്ങിയിട്ടുള്ള മടിയും കാര്യങ്ങളായിരുന്നു. അത് ഇതുവരെ മാറിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത് ഈദ് ഡേ ആണ്. പെരുന്നാളിൻ്റെ അന്ന് രാവിലെ തന്നെ വീട്ടിൽ നല്ല മുല്ലപ്പൂവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കിട്ടിയതൊക്കെ ഞാൻ പെറുക്കിയിട്ട് വീട്ടിൽ ടേബിളിന്മേൽ കൊണ്ടുവന്ന് വെച്ചു. പിന്നെ ക്ലീനിങ് കഴിഞ്ഞ് തുടക്കൽ കഴിഞ്ഞ് പിന്നെ അങ്ങനെ ഡോറിൻ്റെ സൈഡിലൂടെ ഞാൻ നോക്കുന്നുണ്ടായിരുന്നു. മക്കൾ എണീറ്റിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നല്ല രാവിലെ ആയത് കാരണം ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ കുറച്ച് ടൈം ആയത് മോളടുത്ത് ഞാൻ എണീറ്റിട്ട് ബ്രഷ് ചെയ്യാനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരുങ്ങാനും വേണ്ടിയിട്ട്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ വീട്ടിലുള്ള ഒരു പൂച്ച. ഇപ്പോൾ കുറേ പൂച്ചകൾക്ക് ഫുഡും കാര്യങ്ങളൊക്കെ കൊടുക്കലുണ്ട്. അതിലുള്ള ഒരാളാണിത്. ഇവനക്കൊരു പ്രത്യേക ഭംഗിയാണ്. ഇവനാണോ ഇവളാണോ എന്നൊന്നും അറിയില്ല. കണ്ണ് ബ്ലൂ കളറാണ്. പിന്നെ വൈറ്റ് പൂച്ചയാണ്. വാലാണെങ്കിലും കുറച്ച് കട്ടിയിൽ നല്ല ഭംഗിയാണ് ഈ പൂച്ചനെ കാണാനായിട്ട്. പിന്നെ കിച്ചണിൽ ഫുഡ് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച് ചെന്നപ്പോഴത്തേനും ഉമ്മ പായസം ഓൾറെഡി റെഡി ആയിട്ടുണ്ടായിരുന്നു. ചൂടാറാനായിട്ട് കുറച്ച് പാത്രത്തിൽ വേറെ മാറ്റി വെച്ചു. പിന്നെ ബിരിയാണിക്കുള്ള ചിക്കനും പിന്നെ ചോറൊക്കെ റെഡി ആവുന്നുണ്ട്. അങ്ങനെ രാവിലെ കഴിച്ചിട്ടുണ്ടായിരുന്നത് തലേ ദിവസം നോമ്പർപ്പിക്കലിന് ഉണ്ടാക്കിയിട്ടുള്ള ഇറച്ചിയും പുളിയായിരുന്നു. കപ്പ ബിരിയാണി ആയിരുന്നു. പിന്നെ ചിക്കൻ മസാല ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അമ്മ. പിന്നെ എല്ലാവർക്കും ഉണ്ടാവും ഒരു പോസിറ്റീവ് സ്ഥലമല്ലേ, അത് കിച്ചണിലാണെങ്കിലും പിന്നെ വീടിൻ്റെ ഉള്ളിലാണെങ്കിലൊക്കെ. അങ്ങനെ എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമായിട്ടുള്ള ഒരു പോസിറ്റീവ് എനർജി തരുന്ന സ്ഥലമാണ് ഇത്. ഞങ്ങളുടെ കിച്ചണിൻ്റെ ആ വിൻഡോ ആണ്. അവിടെ അപ്പുറത്തെ വീട്ടിലെ മക്കളൊക്കെ സൈക്കിൾ ഓടിക്കുന്നുണ്ട്. പിന്നെ ചൂടാറാൻ വെച്ചിട്ടുണ്ടായിരുന്ന പായസം കുറച്ചെടുത്ത് കുടിച്ച് നോക്കി, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ ആ കാര്യങ്ങൾ ഫുഡ് ഇതൊക്കെ കഴിഞ്ഞു. പിന്നെ രാത്രിയായപ്പോൾ നാത്തൂൻ്റെ മോനെ കുറച്ച് 2-3 പടക്ക കയറ്റി വന്നിട്ടുണ്ടായിരുന്നു. കുറച്ച് പടക്ക ഇപ്രാവശ്യം ഉണ്ടായിരുന്നത്. അങ്ങനെ അതും പൊട്ടിച്ച് പെരുന്നാളിന് നല്ല റാഹത്തിൽ തീർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും അസ്സലാമു അലൈക്കും.